ഒരിക്കല് നല്ല പൊള്ളുന്ന വെയിലുള്ള ഒരു ഉച്ച സമയത്താണ് ഇല്ലിമുളം കാട്ടിൽ ഈ കഥ നടക്കുന്നത്. കാടിന്റെ ഒത്ത നടുവില് ഒരു തടാകമുണ്ട്. ഏത് വേനലിലും അവിടെ കുടിക്കാനുള്ള വെള്ളം ശേഷിക്കും. ഒരു ദിവസം തടാകത്തിന്റെ തീരത്ത് ഒരു വലിയ സിംഹവും ഒരു കാട്ടുപന്നിയും മുഖാമുഖം വന്നു. വേനലായതിനാൽ വെള്ളം കുറവാണ്. രണ്ടുപേർക്കും നല്ല ദാഹമുണ്ട്. അപ്പൊ സിംഹം ഗർജിച്ചോണ്ട് പറഞ്ഞു, ഡേ മണ്ടൻ പന്നി, വഴിമാറ്. ഞാനേ ഈ കാട്ടിലെ രാജാവാ. ആദ്യം ഞാൻ കുടിക്കും വെള്ളം. ഇത് കേട്ട കാട്ടുപന്നി എന്താ തിരിച്ചു പറഞ്ഞെന്നറിയോ? പിന്നെ ഇയാള് രാജാവായാലും മന്ത്രിയായാലും ശരി, എനിക്കും ദാഹിക്കുന്നുണ്ട്. ഞാൻ തന്നെ കുടിക്കും ആദ്യം വെള്ളം. വൈകാതെ ഇവര് തമ്മിൽ വലിയ വഴക്കായി. സിംഹം പന്നിയെ കടിക്കാൻ നോക്കി. പന്നി തന്റെ തേറ്റകൾ കൊണ്ട് സിംഹത്തെ കുത്താനും അവരവിടെ കിടന്ന് മറിഞ്ഞു വീണു. കുറെ നേരം യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോ രണ്ടുപേരും ആകെ തളർന്നു. അപ്പോ സിംഹം കിതച്ചോണ്ട് പറഞ്ഞു, ഹാവൂ, എനിക്ക് വയ്യ. ഇത് കേട്ട കാട്ടുപന്നി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുന്നു, അയ്യോ. അപ്പോഴാണ് ആകാശത്ത് എന്തോ ഒരു നിഴൽ അവര് കണ്ടത്. മുകളിലേക്ക് നോക്കിയപ്പോഴോ കുറെ കഴുകന്മാർ അവിടെ വട്ടമിട്ട് പറക്കുന്നു. അപ്പൊ സിംഹം പറഞ്ഞു, ദാ നോക്കിയേ, ആ കഴുകന്മാര് നമ്മൾ അടികൂടി വീഴാൻ കാത്തിരിക്കുക. ആര് തോറ്റാലും അവർക്കിന്ന് നല്ല വിരുന്നായിരിക്കും. ഇത് കേട്ടപ്പോ കാട്ടുപന്നി പറഞ്ഞു, അയ്യോ, നീ പറഞ്ഞ ശരിയാ. നമ്മള് വിഡ്ഢികളെ പോലെ അടികൂടുക. അവസാനം ആ കഴുകന്മാർക്ക് കുശാലാവും ചെയ്യും. അപ്പൊ സിംഹത്തിന്റെ മറുപടി എന്തായിരുന്നോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തിനാ വെറുതെ ശത്രുക്കളാകുന്നത്? നമുക്ക് ഒരുമിച്ച് വെള്ളം കുടിച്ച് സുഹൃത്തുക്കളായിക്കൂടെ? അപ്പൊ കാട്ടുപന്നി പറഞ്ഞു, അതെ, അതാ നല്ലത്. വാ, നമുക്ക് ഒരുമിച്ച് വെള്ളം കുടിക്കാം. അങ്ങനെ അവര് രണ്ടുപേരും ഒരേ സമയം ഒരുമിച്ച് നിന്ന് വെള്ളം കുടിച്ചു. ദാഹം മാറിയപ്പോ അവർക്ക് വലിയ സന്തോഷായി. അവര് കെട്ടിപ്പിടിച്ച് സുഹൃത്തുക്കളായി കാട്ടിലേക്ക് തിരിച്ചുപോയി. കഴുകന്മാര് നിരാശരായി പറന്നകന്നു.